വൈകിയാണ് പട്ടിക വന്നതെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പൂഞ്ഞാറിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ. വ്യക്തിയല്ല, സംഘടനാ സംവിധാനമാണ് വിജയശില്പിയാകുകയെന്നും സെബാസ്റ്റ്യൻ MJ 24-നോട് പറഞ്ഞു. മണ്ഡലം ചുറ്റും മഹിളകളിൽ ദിൽന മധുവും ക്രിസ്റ്റീന ചെറിയാനും ചേരുന്നു. മണ്ഡലം ചുറ്റിയുള്ള യാത്ര പൂഞ്ഞാറിലെ UDF ക്യാമ്പിലാണ്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പൂഞ്ഞാറിലെ മത്സരത്തിൽ അവസാനം വന്നൊരാളെന്ന നിലയിൽ ഓടിപ്പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഓടിപ്പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഞാൻ ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന കഴിഞ്ഞ 40 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഒരാൾ ഈ പൂഞ്ഞാറിൻ്റെ പേരിൽ അറിയപ്പെട്ട PC ജോർജ്, എതിർ സ്ഥാനാർത്ഥികളിൽ ഒരാൾ, മറ്റേ ആൾ നിലവിലെ MLA. അപ്പോൾ ഇങ്ങനെ രണ്ടുപേർ എതിരാളികളായിട്ട് വരുമ്പം ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ പഞ്ചായത്തുകളിൽ മുഴുവൻ, മുനിസിപ്പാലിറ്റികളിൽ മുഴുവൻ ഭൂരിപക്ഷം വരുന്ന സ്ഥലത്ത് UDF ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ഈ നിയോജക മണ്ഡലം UDFന് എക്കാലവും വേരോട്ടമുള്ള ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്ത് പോയ ഒരു മുന്നണിയെ ഒന്നാമതെത്തിക്കുന്നത് വലിയ ഒരു ചുമതലയാണ്. പ്രത്യേകിച്ചും ഒന്നാമതല്ല, ഇത്തവണ 15,000 വോട്ടിന് ഈ മണ്ഡലത്തിൽ നിന്ന് ഞാൻ ജയിച്ചിരിക്കും. കൈപ്പത്തി ചിഹ്നത്തിൽ യാതൊരു സംശയമുണ്ടാവില്ല. മണ്ഡലത്തിൽ ആരെയാണ് ഏറ്റവും മുഖ്യ എതിരാളിയായിട്ട് കോൺഗ്രസ് കാണുന്നത്? ഇപ്പോഴത്തെ നിലയിൽ ഞാൻ രണ്ടുപേരെയും വലിയ എതിരാളികളായിട്ടല്ല കാണുന്നത്. AICCയുടെ പട്ടിക വന്നപ്പോൾ പൂഞ്ഞാറിൻ്റെ പേരിന് നേരെ 2 പേരുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ MJയുടെ ബ്രാക്കറ്റിൽ ഒരു അഡ്വക്കേറ്റ് സജി എന്നൊരു പേര് കൂടി AICCയുടെ പട്ടികയിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്? ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന കാലം തൊട്ട് അറിയപ്പെടുന്ന ഒരു കോമൺ പേര് സജി ജോസഫ് എന്നൊരു വിളിപ്പേര് മാത്രമാണ്. എൻ്റെ ഒഫീഷ്യൽ നെയിം സെബാസ്റ്റ്യൻ MJ എന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും LDFന്റെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ഒരു പണിയാണോ UDFന്റെ സെബാസ്റ്റ്യൻ എന്നൊരു സംശയം ചിലപ്പോൾ വരും. 2 പേരുണ്ട്. എന്തായാലും 2 പേര് ഇൻ ദ സെൻസ് ബാലറ്റ് പേപ്പറിൽ ഏത് പേരിലായിരിക്കും? പേരിനൊന്നും ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ഞാൻ ഉൾക്കൊള്ളുന്ന ആശയത്തിൽ കൈപ്പത്തി ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. ആ ആശയത്തിന് മാത്രമാണ് പ്രാധാന്യം. ഓക്കെ, അപ്പോൾ എന്തായാലും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൽ നിന്ന് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഈ പൂഞ്ഞാറ് ഞാനിങ്ങ് എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഗോപി പറഞ്ഞ പോലെ എടുക്കുന്നൊന്നും പറയുന്നില്ല. ജനങ്ങൾ നമ്മളോടൊപ്പമാണ്. LDFനെതിരാണ്. UDF 100% ഇവിടെ അധികാരത്തിൽ വന്നിരിക്കും. അതുകൊണ്ട് മാത്രം ആ ആത്മവിശ്വാസമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.